Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫംഗ്ഷൻ ആയിരുന്നു. ഫംഗ്ഷന്റെ ടോപ്പിക്സ്, അതിന്റെ ആർഗ്യുമെന്റ്സ്, പാരാമീറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലുള്ള അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അതിനുള്ളിൽ എന്തൊക്കെ എഴുതാൻ പറ്റും, എന്താണ് ഫംഗ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്താ വെച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയപ്പോൾ നമ്മൾ എന്താ പറയുക ആർഗ്യുമെന്റ് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റിൽ ഈ KW ആർഗ്സ് നമ്മൾ എന്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു, കീവേഡ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആകും, പിന്നെ ക്ലാസ് കൂടി ഡിസ്കസ് ചെയ്യും, അതോടെ നമ്മൾ പൈത്തൺ കംപ്ലീറ്റ് ചെയ്യാണ്, പിന്നെ ജാങ്കോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആർക്സിൽ കഴിഞ്ഞ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണരുത്, കൺഫ്യൂഷൻ ആവും. ഈ വീഡിയോ അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ARGS ആർക്സ്. അപ്പോൾ ആർക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്നത്, നെക്സ്റ്റ് ബാക്ക് പോയേക്കാം. സ്റ്റാർ ARGS ആർക്സ് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊസിഷണൽ ആർഗ്യുമെന്റ്. ഞങ്ങൾ എപ്പോഴും ഓർക്കണം എന്താണ് പൊസിഷൻ ആർഗ്യുമെന്റ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പൊസിഷൻ ബേസ് ചെയ്ത് മാച്ച് ചെയ്യാം. പൊസിഷണൽ ആർഗ്യുമെന്റ്സിന്റെ എന്താ പറയുക എല്ലാ വാല്യൂസും കൂടി നമുക്ക് ആർക്സിന്റെ ഉള്ളിലോട്ട് ഒരു ടപ്പിൾസ് ആയിട്ടാണ് വരും. അത്രേ ഉള്ളൂ. നമ്മളൊരു 10 വാല്യൂ ഉണ്ടെങ്കിൽ 10 ടപ്പിൾസ് ആയിട്ട് ആർക്സിന്റെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫോർ ലൂപ്പ് ഇട്ടേണ്ട ആർക്സിന്ന് ഡാറ്റ വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കാര്യം പറഞ്ഞ് ഫസ്റ്റിൽ വേണമെങ്കിൽ 1-2 പൊസിഷൻസ് കൊടുക്കുക, മാച്ച് ചെയ്ത് കണ്ട് അതിനുശേഷം ആർക്സ് കൊടുക്കുക. അപ്പം ബാക്കിയുള്ള എല്ലാ വാല്യൂസ് അതിലോട്ട് വരും. ആർക്സിന്റെ ഉള്ളിൽ നമുക്ക് റീനെയിം ചെയ്ത് സ്റ്റാർ, ഡാറ്റ സ്റ്റാർ ആണ് ഇമ്പോർട്ടന്റ്, എങ്ങനെ കൊടുക്കുക, ടെക്സ്റ്റ് എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഫംഗ്ഷന്റെ കീവേഡ്സുകൾ യൂസ് ചെയ്യാൻ വെക്കുക. എക്സാമ്പിൾ എന്താ പറയാ, ഡഫിന്റെ ഈഫ്, എൽസ് അതൊന്നും യൂസ് ചെയ്യാൻ വെക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ KW ആർക്സിന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കീവേഡ് ആർഗ്യുമെന്റ്സ്. അപ്പൊ കീവേഡ് ആർഗ്യുമെന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കീവേഡ് ആയിട്ട് എക്സ്പ്ലെയിൻ കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പൊസിഷൻ ആർഗ്യുമെന്റ് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് പറഞ്ഞത്. അപ്പൊ തന്നെ നമ്മൾ വേറൊരു ആർഗ്യുമെന്റ് പറഞ്ഞ് എന്താ പറയാ, നമ്മൾ നെയിം മാച്ച് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ നെയിമും ഏജും കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആർഗ്യുമെന്റ് പാരാമീറ്റർ ആർഗ്യുമെന്റ് 100% ക്ലിയർ ആയിട്ടുണ്ടാവണം. സ്പീഡിൽ പറയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആർഗ്യുമെന്റ്സിന്റെ ഉള്ളിൽ ഞാൻ നെയിം ഈക്വൽ ടു സലീമിന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാരാമീറ്ററിൽ, അതായത് ഇവിടെ വരുന്ന പാരാമീറ്ററിൽ നെയിം ആയിട്ടുണ്ടെങ്കിൽ അത് ഫെച്ച് ചെയ്തെടുക്കും. അതൊക്കെ നമ്മൾ കീവേഡ് വെച്ചുകൊണ്ട് എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യായിരുന്നു. ആ കീവേഡ് ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ KW ആർക്സിൽ കോൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കീ വാല്യൂ പെയർ, ഇപ്പൊ എക്സാമ്പിൾ നെയിം ഇസ് ഈക്വൽ ടു സലീം, ഏജ് ഇസ് ഈക്വൽ ടു 25, കോളേജ് പറഞ്ഞാണ്ട് ഒരു പേര്, അതേമാതിരി പ്ലേസ് കാരണം വേറെ, മൊബൈൽ നമ്പർ പറഞ്ഞാൽ അങ്ങനെ കീ വാല്യൂ പെയർ ആയിട്ടാണ് നമ്മൾ കുറേ സംഭവങ്ങൾ നമ്മളെ എന്താ പറയുക ആർഗ്യുമെന്റിൽ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫംഗ്ഷന്റെ നെയിം, ഈ ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഓരോന്ന് ഇങ്ങനെ നെയിം കോമ ഏജ് കോമ ഡേറ്റ് കോമ പ്ലേസ് കോമ പറഞ്ഞ എഴുതാതെ നമ്മൾ KW ആർക്സ് ആയിട്ട് വിളിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഡാറ്റയും കൂടി ഇതിന്റെ ഉള്ളിലോട്ട് കീ വാല്യൂ ആയിട്ടാണ് ജോയിൻ ആയിക്കാണ്ട് അവിടെ കൊടുക്കുന്നത്, ഒരു ഡിക്ഷണറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഉണ്ടെങ്കിൽ KW ഡിക്ഷണറി, ആർക്സ് എന്താ ടപ്പിൾസ്, KW ആർക്സ് എന്താ ഡിക്ഷണറി. കഴിഞ്ഞു. Class is a common name by convention. You can use any name. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ എന്ത് വേണം പറയാം. പക്ഷെ ഇവിടെ 2 സ്റ്റാർ, അവിടെ 1 സ്റ്റാർ, അതാണ് ഹൈ പ്രയോറിറ്റി ആയിട്ട് യൂസ്. അതും കമ്പൽസറി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടൂല. അപ്പൊ അതൊക്കെ അല്ലേ. ഒരു എക്സാമ്പിൾ പറയാം, ഡഫ് ഷോ ഇൻഫോ. ഇവിടെ ഉണ്ടെങ്കിൽ ഷോ ഇൻഫോ നെയിം, ഏജ്, സിറ്റി, 3 ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്ത് അപ്പൊ എന്താ ഡാറ്റ നോക്കാം, നെയിം ആലിസ് ഏജ്, കാരണം ഇതൊരു ഡിക്ഷണറി ആയിട്ടാണ് വന്നത്. ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാന് ഡഫ് ഷോ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ KW ARGS കൊടുത്തു. അല്ല വേണ്ട, ആദ്യം നമുക്ക് എന്ത് ചെയ്യാറിയോ, നെയിം, ഏജ്, പ്ലേസ്, നമ്പർ, 4 ഡാറ്റ വിളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പ്രിന്റ് കൊടുത്തിട്ട് ഈ 4 ഡാറ്റ ഞാൻ ഇങ്ങോട്ട് പ്രിന്റ് ചെയ്യണം. ആലോചിക്കുമ്പോൾ തന്നെ എത്ര പാടാണ്. 4, 5, 5, 6 ചെയ്യാനൊക്കെ എത്ര പാടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ ഞാൻ ഇവിടുന്ന് കണ്ട് വിളിക്കുമ്പോൾ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കീവേഡ് ആർഗ്യുമെന്റ്, അപ്പൊ നെയിം സലീം, നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഞാൻ പ്ലേസ്, അപ്പൊ ഇങ്ങനെ റീഓർഡർ ചെയ്യാൻ പറ്റും എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞുകൊണ്ട് കേരള. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് ഏജ് കൊടുത്ത് 25, അതിനുശേഷം നമ്പർ എനിക്ക് എങ്ങനെ വേണം ഓർഡർ ചെയ്യട്ടെ, കാരണം ഞാൻ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നുണ്ട് നമ്പർ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി പ്ലേസ്, ഇവിടുന്ന് കണ്ട പ്ലേസ് നേരെ പ്ലേസിലോട്ട് മാച്ച് ആവും. നമ്പർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താ പറയാ 8129
ആ ഡാറ്റ മൊത്തം നമ്മൾ ഇവിടെ ഫെച്ച് ചെയ്ത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു വൃത്തിക്കില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറെ അവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് എഴുതിയ മാതിരി ഒരു ഫീല് വരുന്നില്ലേ. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഡാറ്റ ഇവിടെ പാസ് ചെയ്തു. നമ്മൾ ഇവിടെ പോയിട്ട് ഒന്നും ചെയ്യാതെ ജസ്റ്റ് 2 സ്റ്റാർ KWARGS കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് പ്രിന്റ് ചെയ്യും. നെയിം പ്ലേസ് കാരണം നല്ല വൃത്തിക്ക് അതുപോലെ ഡാറ്റ വേണം. ഞാൻ അവിടുന്ന് ഇതിന് ഒരു സ്റ്റാർ ഉണ്ട് ഒഴിവാക്കാൻ തന്നെയാണ്. ഷോ ഡാറ്റ കോഡ് അൺഎക്സ്പെക്ടഡ് കീവേഡ് ആർഗ്യുമെന്റ് നെയിം അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്യാൻ കഴിയൂല. കാരണം നെയിം എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കീവേഡ് ആണ് ആർഗ്യുമെന്റ്. അപ്പൊ ഇവിടെ കീവേഡ് ആർഗ്യുമെന്റ് നമുക്ക് പൊസിഷണൽ ആർഗ്യുമെന്റിന്റെ ARGS ഉപയോഗിക്കാൻ പറ്റൂല. അതിന് നമ്മൾ KWRGS തന്നെ ഉപയോഗിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. കീ വാല്യൂ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക, അല്ലാണ്ടെങ്കിൽ ARGS ഉപയോഗിക്കുക. ആ ഒരു ലോജിക്ക് മനസ്സിലുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. വേറെ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ചിന്തിക്കണ്ട. ഓക്കെ, വേറൊരു ലൂപ്പ് ചെയ്യുന്നു. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടി. ഇനി ഇതൊന്നും നമ്മൾ ഈ ഫംഗ്ഷനിൽ പഠിക്കുന്നതല്ല കേട്ടോ. ആക്ച്വലി ഇനി നമുക്ക് അറിയാം കീ വാല്യൂ പെയർ എങ്ങനെ ഡിക്ഷണറി എങ്ങനെ ഫോർ ലൂപ്പിൽ കോൾ ചെയ്യല്. ഫോർ ഐ എന്താ പറയാ KWARGS പറ്റുമോ നോക്കുക. എന്തോ റീലോഡ് ചെയ്യാം. നമുക്ക് VS കോഡ് മാറുകയാണെങ്കിൽ ജാങ്കോ മുതൽ കാരണം ഇനി നമ്മളങ്ങോട്ട് എന്താ പറയുക ഒന്നും കൂടി പൈത്തണിന്റെ ബേസിക്സ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നോക്കിക്കോട്ടെ. ജാങ്കോയിലോട്ട് വരുമ്പോൾ എന്തായാലും ജാങ്കോ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. അപ്പം എന്തായാലും നമുക്കത് ആവശ്യമാണ്. അപ്പോൾ VS കോഡ് എന്താ പറയുക സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇനി പഠിക്കണം. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കേട്ടോ, ഡാറ്റ കൊടുത്ത് ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് ഫോർ ഐ ഡാറ്റ പ്രിന്റ് ആയി. ഇപ്പം എന്താ വരിക അറിയോ, നിങ്ങൾക്ക് ഡിക്ഷണറി യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ തൽക്കാലം ചെറുതാക്കി കൊടുക്കുകയാണ്. നെയിം ഏജ് എന്തുകൊണ്ടാണ് മനസ്സിലായ, നിങ്ങൾക്ക് ഫോർ ലൂപ്പിൽ ഡിക്ഷണറി എങ്ങനെ ഓടുകയുള്ളത് അറിയാണ്ടെങ്കിൽ ഇതിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. എന്തായത് ഫംഗ്ഷനായിട്ട് ബന്ധമുള്ളതല്ല. അപ്പൊ KWRGS ഡിക്ഷണറി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ ഡിക്ഷണറിയിൽ എന്താ ചെയ്യണം അതൊക്കെയാണ് ചെയ്യപ്പെടുക. അപ്പൊ ഡാറ്റ ഐ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീ ആണ് വരിക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീഡിയോയിൽ ഡിസ്കസ് ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഇതാണ്, നിങ്ങൾ ഡാറ്റ ആണ് വിളിച്ചു കഴിഞ്ഞാൽ ഡാറ്റന്റെ ഡോട്ട് കീസ് ആണ് പൈത്തൺ വിളിക്കുക. കണ്ടാ, അത് ഓട്ടോമാറ്റിക് അങ്ങനെ വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വാല്യൂസ് വേണമെങ്കിൽ നിങ്ങൾ എക്സ്പ്ലിസിറ്റ്ലി വാല്യൂസ് കോൾ ചെയ്യണം. വാല്യൂസ് കഴിഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റംസ് കൊടുക്കാം. ഐറ്റംസ് കൊടുക്കുമ്പോൾ എന്തുണ്ടായിരുന്നു നോക്കട്ടെ, നമുക്ക് ഐറ്റംസ് കംപ്ലീറ്റ്ലി നെയിം സാരി ഏജ് അത് വെച്ചാൽ അതുപോലെ വരും. ഇനി നമുക്ക് ഇതിന് രണ്ടും വേണമെങ്കിൽ I, K അത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തേതായി രണ്ടാമത്തെ കെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് നമ്മളെ പഴയ വീഡിയോ മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയിം വേറെ സാലി വേറെ I K എന്നാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പ്രിന്റ് ഡീറ്റെയിലിന്റെ ഉള്ളിൽ എന്താ പറയുക ഈ ആർഗ്സിന്റെ വിളിച്ചപ്പോൾ നമ്മൾ ഇവിടുന്ന് നെയിം ജോണ് ജോബും ലെവലും അത് പാസ് ചെയ്ത് കൊടുത്ത് അത് ഡിക്ഷണറി ആയി വന്ന് അതിന് ഐറ്റംസ് ആയിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കീ വാല്യൂ ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് അതിൽ കീയും വാല്യൂ ആയിട്ട് ഫെച്ച് ചെയ്യുക. അപ്പൊ ഇന്ന കീ ഇന്ന വാല്യൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൽ ഫംഗ്ഷൻ അല്ല നിങ്ങൾക്ക് മനസ്സിലാവാതെ ഡിക്ഷണറി ആണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ ഡിക്ഷണറിന്റെ വീഡിയോ കാണുക, അല്ലെങ്കിൽ നമ്മളെ ഫോർ ലൂപ്പിന്റെ വീഡിയോ ഡിക്ഷണറിന്റെ വീഡിയോ ഏതെങ്കിലും കണ്ടിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇനി കമ്പൈൻ വിത്ത് നോർമൽ പാരാമീറ്റർ. ഇപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താ പറഞ്ഞത്, നമ്മൾ പൊസിഷണൽ ആർഗ്യുമെന്റ് ARGS കൊടുത്ത് കംപ്ലീറ്റ്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 1, 2, 3, 4, 5 എത്ര വേണമെങ്കിൽ പൊസിഷണലി ആർഗ്യുമെന്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ARGS യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് റൂൾ. ലാസ്റ്റ് ഇപ്പൊ പൊസിഷൻ കഴിഞ്ഞിട്ട് ARGS യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് എപ്പോഴും ഓർത്ത് വെക്കും, പൊസിഷൻ ദെൻ ARGS.
ആർഗ്സ് കഴിഞ്ഞാൽ പിന്നെ പൊസിഷനെ ഉപയോഗിക്കരുത്. കാരണം ആർഗ്സ് മൊത്തം ഇങ്ങോട്ട് വലിച്ചെടുത്ത് പിന്നെ എന്തിനാ പൊസിഷൻ, അതാലോചിച്ചാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യണേ, സെയിം ലെവലിൽ നമ്മൾ ഗ്രീറ്റിംഗ് മാറ്റി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് പിന്നെ എന്താ പറയുക കീ വാല്യൂ ആർഗ്യുമെന്റ് കോൾ ചെയ്യണം. അപ്പൊ എങ്ങനെ നോക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പൊ ഗ്രീറ്റിംഗ് ആദ്യം കൊടുത്തു, അതിനുശേഷം KW ആർഗ്യുമെന്റ്സ് കൊടുത്തു. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇൻട്രോയില് വെൽക്കം എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. വെൽക്കം ഗ്രീറ്റിംഗ് പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ് വന്നത്. അപ്പൊ ഇത് എന്ത് മനസ്സിലായി, പൊസിഷണൽ ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് ARGSഉം KWRGSഉം വിളിക്കാൻ പാടുള്ളൂ. ആ ഓർഡർ എന്തായാലും നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യും. പൊസിഷൻ ഫസ്റ്റ് അത് റൂളാണ്, ആയിട്ട് റൂൾസ് നമ്മൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ആദ്യം എന്താ ചെയ്ത്, ഒരു ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാല്യൂ ഉണ്ട്, അല്ല നമ്മൾ പാരാമീറ്റർ ഉണ്ട്, നമ്മൾക്ക് ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞ ആർഗ്യുമെന്റും ഉണ്ട്. അപ്പൊ ഇതിനെന്താ, ഇത് പൊസിഷണലി അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം നെയിം, കൺട്രി, അതെന്താണ് കീ വാല്യൂ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും KWRGS അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ പോയിട്ട് സ്റ്റാർ ARGS കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താ, ഇവിടെ കീവേഡ് ആർഗ്യുമെന്റിനെ എടുക്കാൻ ആർഗ്സിന് പറ്റില്ല. അത് ഓൺലി പൊസിഷണൽ ആർഗ്യുമെന്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ പ്രിന്റിങ് ഇവിടെ ഗ്രീറ്റിനെ പ്രിന്റ് ചെയ്യുക, പിന്നെ നമുക്ക് ഐറ്റംസിനെ ഫെച്ച് ചെയ്താണ്ട് ഈ നെയിമും കൺട്രിയും ഇവിടെ ഫെച്ച് ചെയ്യാനും പറ്റും. സെയിം സംഭവം നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഡിഫറൻസ് എന്താണ് ARGSഉം KWRGSഉം? ആർഗ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് വരുന്നത് ഒന്ന് ടപ്പിൾസ് ആണ്, ഒന്ന് ഡിക്ഷണറി ആണ്. രണ്ടാമത്തത് എക്സ്ട്രാ പൊസിഷണൽ ആർഗ്യുമെന്റിനെ കോൾ ചെയ്യാനാണ്. ഇത് എക്സ്ട്രാ കീവേഡ് നെയിംഡ് ആർഗ്യുമെന്റിനെ കോൾ ചെയ്യാൻ. അപ്പൊ ഇവിടെ നെയിംഡ് ആർഗ്യുമെന്റ് ആണ്, കീവേഡ് ആർഗ്യുമെന്റ് ആണ്, ഇതിന് KWRGS ഉപയോഗിക്കണം. അല്ലാതെ ഇവിടെ വന്നിട്ട് ARGS ഉപയോഗിച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം പൊസിഷണൽ ആർഗ്യുമെന്റ് അല്ല. ഇനി പകരം ഇപ്പൊ വെൽക്കം കോമ നെയിം നെയിമല്ല, വെൽക്കം കോമ സലീം കോമ അബു കോമ ജസൽ കോമ ജോൺ കോണ, അങ്ങനെയാണ് പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. സ്റ്റാർ ARGS കൊടുക്കുക. അപ്പൊ ഏതാണ് കീവേഡ് ആണോ പൊസിഷൻ ആണോ നോക്കിയിട്ടാണ് നമ്മൾ ARGS ഒരു സ്റ്റാർ കീവേഡ് ഒരു സ്റ്റാറാ 2 സ്റ്റാറാ കൊടുക്കല്. പിന്നെ ഫംഗ്ഷന്റെ ഉള്ളിൽ 1 2 3. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ജസ്റ്റ് എന്താ പറയുക പൊസിഷൻ ബേസ് ആയിരിക്കും. ഇവിടെ എന്താ നെയിം ഏജ് അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി അസൈൻ ചെയ്യും. സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഡസ് ഓർഡർ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഓർഡർ മാറ്റർ ആണോ? യെസ്, ഇത് നമുക്ക് ഇഷ്ടമുള്ള മാതിരി എഴുതാൻ പറ്റൂല. അപ്പൊ ആദ്യം നോർമൽ പൊസിഷൻ നമ്മൾ പറയല്ലേ മാച്ച് ചെയ്യുക, രണ്ടാമത്തത് ഡിഫോൾട്ട് ആയിട്ട് നോക്കുക, മൂന്നാമത്തത് ARGS കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് ARGS കഴിഞ്ഞാൽ പിന്നെ പൊസിഷൻസ് കൊടുക്കാൻ കഴിയും. എല്ലാ പൊസിഷനും ARGS എടുത്തു, അത് ആലോചിച്ചാൽ മതി. എല്ലാ പൊസിഷനും ARGS എടുത്തില്ലേ, ഇനി ആകെ എന്താ കീവേഡ് വേരിയബിൾ. അപ്പൊ കീവേഡ് റിലേറ്റഡ് ആയുള്ള പിന്നെ എന്ത് കീപ്പ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ C=5 അല്ലെങ്കിൽ നെയിം =നവാഫ് അതൊക്കെ കൊടുക്കാം. അതൊക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, KWRGS നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊന്ന് എന്താ പറയുക, ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കി. ആദ്യം പൊസിഷണൽ ആർഗ്യുമെന്റ്, അതിനുശേഷം എന്ത് ചെയ്ത് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് കൊടുത്ത്, അതിനുശേഷം ARGS കൊടുത്ത്. അപ്പൊ ARGS കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൊസിഷണൽ ആർഗ്യുമെന്റ് ഇല്ല, കാരണം എല്ലാ പൊസിഷണൽ ആർഗ്യുമെന്റ് ARGS എടുത്ത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് കീവേഡ് ആണ്. അപ്പൊ കീവേഡ് ലാസ്റ്റിലാണ് അപ്പോൾ ഓർക്കുക, ARGS കഴിഞ്ഞിട്ടാണ് പിന്നെ കീവേഡ്. അപ്പൊ കീവേഡ് എന്ത് ചെയ്ത്, കീവേഡ് നമ്മൾ എന്താ പറയുക 1 2 കൊടുത്തുകണെങ്കിൽ അത് എടുക്കും, ബാക്കിയുള്ളത് എന്താ ചെയ്യുക KWRGS എടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ KWRGS കൊടുത്ത ശേഷം ആർഗ്സ് കൊടുത്താൽ നോട്ട് അലൗഡ് ആണ്. അപ്പൊ ഫസ്റ്റ് റൂൾ എന്താ, പൊസിഷണൽ ആർഗ്യുമെന്റ് കൊടുക്കുക, അത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ARGS കൊടുക്കുക. ARGS കൊടുത്തതിന് ശേഷം മാത്രമേ KWRGS കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെ റൂൾസ് ഉണ്ട്. പിന്നെ 1 സ്റ്റാർ 2 സ്റ്റാർ ആ കാര്യം ഓർത്ത് വെക്കുക. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി ചെയ്ത് നോക്കുക. അപ്പൊ എറർ വരുന്നത് എന്താണ് മനസ്സിലാക്കുക. അപ്പൊ എറർ എന്താണ് ഇങ്ങനെ ChatGPT-യോട് ചോദിച്ചു നോക്കുക, അങ്ങനെ മനസ്സിലാക്കുക. ChatGPT-യോട് ചോദിക്കുക, പക്ഷെ ബൈ ഹാർട്ട് ചെയ്യരുത്, അത്രയോളം മനസ്സിലാക്കുക. അല്ലെങ്കിൽ പറയാം ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്ത്, ഞാൻ ഒരു ചെറിയ കുട്ടിയെ പറഞ്ഞു കൊടുക്കുന്നവർ പറയട്ടെ, അങ്ങനെയൊക്കെ ചോദിക്കാം. മനസ്സിലാവണവരെ പല രൂപത്തിലും ചോദിക്കുക. ഫ്രഷർ ആണ്, വെരി ലോ നോളജ് ആണ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അത്രയോളം, ആദ്യം പൊസിഷൻ, പിന്നെ ഡിഫോൾട്ട്, പിന്നെ ARGS കഴിഞ്ഞാൽ പിന്നെ പൊസിഷൻസ് കൊടുക്കാൻ പറ്റില്ല, പിന്നെ കീവേഡ് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ലാസ്റ്റിൽ കീവേഡ് ആർഗ്യുമെന്റ്സ് കൊടുക്കുക. അത്രയുള്ളൂ. ഫംഗ്ഷൻ ടു ഫൈൻഡ് മാക്സിമം 3 നമ്പർ, ഇതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാ ചെയ്ത് നോക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ ഫൈൻഡ് മാക്സ് എന്ന് പറഞ്ഞ ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് പ്രിന്റ് നോക്കിക്കോട്ടെ. ആദ്യം നമ്മൾ ടെക്സ്റ്റ് പ്രിന്റ് ആവും, അതിനുശേഷം ഒരു കോമ എടുക്കും, അതിനുശേഷം ആ ഫംഗ്ഷൻ വിളിക്കുകയാണ് ഫൈൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഫൈൻഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്തായി, ഇത് നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്, നേരിട്ട് ഫംഗ്ഷൻ പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇത് ഫൈൻഡ് മാക്സിന്റെ ഉള്ളിൽ 10,5,8. ഇവിടുന്ന് ഇവിടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് കോൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് എന്താ ഉണ്ടാകുക, 10 5 8 പോയി ABC. ഞാൻ ഇവിടെ നോക്കണം എന്താ പറയാ, ഏതാണ് വലിയ നമ്പർ. അപ്പൊ B നെക്കാട്ടും വലുതാണോ, C നെക്കാട്ടും വലുതാണോ, അത് ലോജിക്കാണ്. B നെക്കാട്ടും C നെക്കാട്ടും വലുതാണ്, A ആണ് B.
പിന്നെ ബി എടുക്കും. ബി എനെക്കാട്ടും സീനെക്കാട്ടും വലുതാണ്, അപ്പൊ ബി ആണ് വലുത്. ഇതൊന്നും അല്ലെങ്കിൽ സി വലുതാണല്ലോ, ആലോചിച്ചാൽ മതി. ആദ്യം എ നോക്കും എല്ലാത്തിനും ഏറ്റവും, എ ആണ് എ പറയും, അല്ലെങ്കിൽ ബി നോക്കും എനേറ്റവും സീനേറ്റവും, ബി അല്ലാതെ. ഇപ്പൊ എന്തായാലും എയും ബി അല്ലെങ്കിൽ സി ആവും, റിട്ടേൺ സി. ആ ഒരു ലോജിക്ക് അത്രേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, നമ്മൾ വേറെ പ്രാക്ടീസ് ചെയ്യാണ്ട് അത് മെസ്സേജ് ചെയ്താൽ മതി. നമുക്കത് എന്താ പറയുക പെട്ടെന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പ്രോബ്ലംസ് വരും. നമുക്ക് എന്താ പറയുക പ്രോബ്ലംസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് വന്നാലുള്ള ഡൗട്ട് വന്ന്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആദ്യം എടുത്ത് ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനത്തെ പ്രോബ്ലംസ് കുറച്ച് ബോറിംഗ് ടാസ്ക് ആണ്, അത് അതിലോട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഓക്കെ ഞാൻ അതും പഠിക്കുമ്പോൾ നല്ല ജോലി വാങ്ങും. ആ പ്ലാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു അടിപൊളി പ്ലാനായിട്ട് തോന്നി. ഓക്കെ, അപ്പൊ എന്താ പറയുക ഫംഗ്ഷൻ ദാറ്റ് ടേക്സ് ആർഗ്സ് ആൻഡ് റിട്ടേൺ ആൻ ആവറേജ്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് എന്ന ഫംഗ്ഷനോട് കുറച്ച് ആർഗ്യുമെന്റ് പാസ് ചെയ്യും. ആ ആർഗ്യുമെന്റ്സിനൊക്കെ നമുക്ക് ഓരോന്നും എടുക്കാൻ താല്പര്യമില്ല, സോ പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. സോ ARGS യൂസ് ചെയ്യുന്നു. ARGSന്റെ ലെങ്ത് ചെക്ക് ചെയ്യുക, കാരണം ARGSന് നമ്മൾ ടപ്പിൾസ് ആയിട്ടാണ് വന്നത്. ടപ്പിൾസിൽ നമുക്ക് ഫംഗ്ഷന്റെ എൻബിയുടെ ലെന്, മിന്, മാക്സ്, സമം എല്ലാം ചെയ്യാൻ പറ്റും. ലെങ്ത് നോക്ക്, റിട്ടേൺ 0. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണെങ്കിൽ പിന്നെ എന്തിനാണ് സമ്മും ലെങ്ത്തും എന്തും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, 0 അല്ല ഔട്ട്പുട്ട്. അല്ലാണ്ടെങ്കിലോ നമ്മൾ അതിന്റെ സമ്മ് കാണും. പിന്നെ നമ്മൾ ആവറേജ് കാണുന്നത് സമ്മ് കണ്ട് അതിന് എത്ര നമ്പർ കൊണ്ടിട്ടായിരിക്കും ആവറേജ്, അത്രേ ഉള്ളൂ. അത് നമ്മൾ ആവറേജ് എങ്ങനെ കാണുന്നത്, ഇപ്പൊ നമുക്കൊരു 10 പ്രൊഡക്റ്റ് ഉണ്ട്, 10 കൂടി കൂട്ടിയിട്ട് അതിന്റെ നമ്പർ കൊണ്ടാണ് അരിച്ചു കൊടുക്കും. സെയിം സാധനം ടോട്ടൽ എത്രയാണ് എഴുതിയിട്ട് ടോട്ടലിനെ ഈ എന്താ ഇതിന്റെ ലെങ്ത് കൊണ്ട് അരിച്ച്. ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും വേണ്ട. ഈ സമ്മ് ആർഗ്സ് അരിക്കണം, ലെൻ ആർഗ്സും നേരിട്ട് കൊടുത്താൽ മതി. സമ്മ് കാണാം ഇവിടെ എഴുതുക, ഈ സമ്മ് നേരിട്ട് ഇവിടെ എഴുതിയാൽ മതി. സമ്മ് ARGS ഇവിടെ എഴുതുക, എന്നിട്ട് അരിക്കണം, കൊടുത്തിട്ട് ലെന് ആർഗ്സിന് കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. ഇനി ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺ പോസിറ്റീവ്, നെഗറ്റീവ്, 0. സിമ്പിൾ ആണ്, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുന്ന് ഒരു വാല്യൂ പാസ് ചെയ്യും, എന്നിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും നമ്പർ. അപ്പൊ 0നെക്കാട്ടും വലുതാണ് പോസിറ്റീവ്, 0നെക്കാട്ടും ചെറുതാണ് നെഗറ്റീവ്, അല്ലെങ്കിൽ 0 ആണ്. അത് രണ്ടും അല്ലെങ്കിൽ 0 ആണ്. ഇനി ഗ്ലോബൽ ലോക്കൽ വേരിയബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോവാണ്. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ നമ്മളെ മൊത്തം കോഡിൽ സ്കോപ്പ് ഉണ്ടാവും. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രം, ഇൻസൈഡിൽ മാത്രം ഉണ്ടാവണം, അത്രേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ്. മൊത്തമായിട്ട് കിട്ടുന്നത് ആ ഒരു പേജ് മൊത്തം കിട്ടും, പേജ് ആയിട്ട് ഉദ്ദേശിച്ച് ആ പേജ് മൊത്തം കിട്ടണം ഗ്ലോബൽ. ആ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനിൽ മാത്രം കിട്ടണം ലോക്കൽ, അതിന് പുറത്ത് കിട്ടുക. പിന്നെ അത് പുറത്തൊക്കെ എങ്ങനെ എടുക്കാനുള്ള നമ്മൾ ഗ്ലോബൽ എക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അവിടെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സ് 10 പറഞ്ഞത് ഗ്ലോബൽ ആണ്, പക്ഷെ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും, അവിടെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പിന്നെ പ്രിന്റ് ഷോ, പ്രിന്റ് ഇൻസൈഡ് എക്സ്. അപ്പൊ ഇവിടെ എന്തായി, നമ്മൾ ഷോ കൊടുത്തപ്പോ നമുക്ക് വാല്യൂ എത്ര വന്നത്, ഈ 10 കിട്ടി. ഇതിന്റെ കാരണം എന്താ വെച്ചാല് നമ്മൾ ഗ്ലോബലി എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ മീൻസ് ഗ്ലോബലി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 1000 ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആ 1000 ഫംഗ്ഷന് എക്സിന്റെ വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് പ്രിന്റ് ഇൻസൈഡ് ഫംഗ്ഷനിൽ എക്സ് 10 വന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എക്സിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുക, അത് ഒരിക്കലും നോട്ട് ഗോണ ഇമ്പാക്ട് അവർ ഗ്ലോബൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പൊ ഒരു ഡഫ് ഷോസിൽ ഇവിടെ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻസൈഡ് ഫംഗ്ഷനിലെ എക്സ് 100 ആയിട്ട് പ്രിന്റ് ചെയ്യും. പിന്നെ പ്രിന്റ് ഔട്ട്സൈഡ് ഫംഗ്ഷനിലെ എക്സ് 10 ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്യും. കാരണം എന്താ, ഗ്ലോബൽ സ്കോപ്പിലാണ് 10 കിടക്കുന്നത്. ഇതിന്റെ ഷോസ് എന്ന ഫംഗ്ഷന്റെ ലോക്കൽ സ്കോപ്പിലായിരിക്കും ഏത് കിടക്കുന്നത്, 100 കിടക്കുന്നത്. ഇനി ആ 100നെ എങ്ങനെ ഗ്ലോബലി അസൈൻ ചെയ്യും. എനിക്ക് തോന്നി ഈ ഫംഗ്ഷൻ കഴിഞ്ഞത് മുതൽ അങ്ങോട്ട് ഇനി അങ്ങോട്ട് എല്ലാ പ്ലേസിലും എക്സ് 100 ആവണം. അത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലോക്കൽ സ്കോപ്പിലുള്ള എക്സ് ഈക്വൽ ടു 100നെ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്ലോബൽ എക്സ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കും. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി, നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കലി ചെയ്യുന്നില്ല, ജസ്റ്റ് തിയറി എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ലോക്കൽ എന്ന ഫംഗ്ഷനുള്ളിൽ വരച്ചോ. ഇവിടെ എക്സ് കൊടുത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. എന്താ പറയാ, ഈ എക്സ് 20 എന്ന് പറഞ്ഞത് ഇതിന്റെ ലോക്കൽ സ്കോപ്പ് ആണ്. ഇവിടെ ചേഞ്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് ഇവിടെ പ്രിന്റ് ചെയ്യും, അപ്പൊ 20 ആണ് വരിക. ഔട്ട്സൈഡ് ഫംഗ്ഷനിൽ ഇപ്പോൾ 10 ആണ് വരുന്നത്, കാരണം മാറിയില്ല. ഇൻസൈഡ് ഫംഗ്ഷൻ എക്സ് 20 ക്രിയേറ്റ് ലോക്കൽ എക്സ്, അതാ ഫംഗ്ഷന് മാത്രം. ഇറ്റ് ഡി നോട്ട് ടച്ച് ഗ്ലോബൽ എക്സ്, ഈ 10നെ കട്ട് ചെയ്യൂല. പിന്നെ നമുക്ക് എന്നുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ ഗ്ലോബൽ ഇതാ എന്റെ മൗസ് പോയിന്റർ ആകണം, ഇവിടെ ഇതിലുണ്ടാ നോക്കെ, ഇതിലുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ ഗ്ലോബൽ എക്സ് എന്ന് കൊടുത്ത്, ഗ്ലോബൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ലൈന അടിയിലോട്ടുള്ള ലൈനാണ്. ഈ എക്സ് 10നെ അത് ഇമ്പാക്ട് ചെയ്യൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ ഇപ്പൊ ഞാൻ ഈ എക്സ് 10ന് ശേഷം പ്രിന്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ 10 ആണ് എല്ലാ സമയവും വരിക. അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഗ്ലോബൽ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് അടിയിലോട്ട് വരുന്ന എല്ലാ വാല്യൂ ഈ 20 ആയി മാറും. അപ്പൊ ഗ്ലോബൽ അവിടെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതി, പഴയതിനെ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. അവിടെ നിന്ന് അങ്ങോട്ടുള്ള എക്സ് ഒക്കെ 20 ആയിരിക്കും. പിന്നെ
അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ആദ്യം 20 പ്രിന്റ് ചെയ്യും, ഇതിന് 20 പ്രിന്റ് ചെയ്യും. കാരണം ഇവിടെ ഗ്ലോബലി എക്സിനെ 20 ആക്കിയാണ് അടിയിലോട്ട് പോയി. പക്ഷെ ഇവിടെ ഒരു പ്രിന്റ് കൊടുത്താൽ അത് 10 തന്നെ ആയിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ എന്താ പറയാ ഫംഗ്ഷന്റെ വീഡിയോ കംപ്ലീറ്റ് ആയി. നമ്മൾ ക്ലാസ് പിന്നെ ട്രൈ എക്സെപ്റ്റ് അതൊക്കെ കഴിഞ്ഞ്, ട്രൈ എക്സെപ്റ്റും ക്ലാസ്സും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ലാംഡ അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല ഒരു പ്രൊജക്ടിന്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.